ഹലോ, നാഗേന്ദ്രനും അതുപോലെ ജലജയും തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിന് കാരണം അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കൂടി പത്തരമാറ്റിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഥയെക്കുറിച്ചിട്ടാണ്. അതായത് ജലജ എന്തോ അഭിയുടെയും അതുപോലെ അവന്തികയും ആ ഒരു ചെറുപ്പ കാലഘട്ടം, കുഞ്ഞുനാളിലെ കാലഘട്ടമാണ് കാണിക്കുന്നത്. മുത്തശ്ശനും അതേപോട്ട് കുറേ നാളുകൾക്ക് മുന്നേ ആ ഒരു രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ജലജ ഇതുപോലെ ഏതോ ഒരു കാര്യം ചെയ്യാനായിട്ട് നാഗേന്ദ്രനോട് ആവശ്യപ്പെടുകയാണ്. ആ ഒരു സമയത്ത് നാഗേന്ദ്രൻ പറയുന്നു, എന്ത് പ്രശ്നം ഉണ്ടായാലും നീ എന്നോടൊപ്പം നിൽക്കണം, നീയും നമ്മുടെ 2 കുഞ്ഞുങ്ങളും എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം, ഒരു കാരണവശാലും അതിന് മാറ്റം വരാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ ജലജ ആ ഒരു വാക്ക് പാലിക്കുകയാണ്, ഞാൻ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു ചതി അല്ലെങ്കിൽ ആ ഒരു തെറ്റ് എന്താണെന്ന് ഇനിയിപ്പോൾ നമുക്ക് വരുന്ന പ്രൊമോയിൽ കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ജലജയ്ക്ക് വേണ്ടി നാഗേന്ദ്രൻ ചെയ്തു കൊടുക്കുകയാണ്. പക്ഷേ ഇത് മുത്തശ്ശൻ കണ്ടുപിടിക്കുകയും ജ്വല്ലറി വെച്ച് അവിടെ ഓഫീസേഴ്സിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് നാഗേന്ദ്രനെ തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് തർക്ക സമയത്ത് ഇതുപോലെ നാഗേന്ദ്രനെ അവിടുന്ന് അടിച്ചിറക്കുകയാണ്. അപ്പോൾ ഒപ്പം കൂടാമെന്ന് പറഞ്ഞ ജലജ തൻ്റെ മക്കളെയും കൂട്ടി ചെല്ലുമെന്ന് കരുതി വിളിക്കുമ്പോൾ ജലജ കൊടുക്കുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ 2 പൊടിക്കൊച്ചുങ്ങളുമായിട്ട് നിങ്ങളുടെ ഒപ്പം വരാൻ കഴിയില്ല. അങ്ങനെ അവിടുന്ന് നാഗേന്ദ്രനെ അടിച്ചിറക്കുകയാണ്. ആ ഒരു ചതിയാണ് നാഗേന്ദ്രന് ഇത്രയും വൈരാഗ്യം ജലജയോട് തോന്നാനായിട്ട്. അപ്പോൾ അഭിയും അവന്തിയും മുതിർന്നതിന് ശേഷമാണ്. അവന്തിക അന്ന് നേരത്തെ തൊട്ടേ നാഗേന്ദ്രനായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അഭിയും നാഗേന്ദ്രനായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്. ആ ഒരു ചതി വെച്ചിട്ടാണ് ഒരിക്കലും ജലജയെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് നാഗേന്ദ്രൻ പറയുന്നതും വൈരാഗ്യവും. അതൊക്കെ നമുക്കിതിന് വിശദമായിട്ടുള്ള വീഡിയോസും കഥകളും ഒക്കെ വരുന്ന പ്രൊമോയിൽ കാണാവുന്നതാണ്. ആ ഒരു വ്യക്തിവൈരാഗ്യം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് നാഗേന്ദ്രൻ ജലജയെ ഉൾക്കൊള്ളാത്തത്. ആ ഒരു ചതി കൊണ്ടാണ് മുത്തശ്ശൻ നാഗേന്ദ്രനെ വെറുക്കുന്നത്. പക്ഷേ ആ ഒരു ചതിയുടെ പിന്നിൽ യഥാർത്ഥ കൈ ജലജയുടേതായിരുന്നു. അതൊക്കെ ഇനിയിപ്പം മുത്തശ്ശൻ തിരിച്ചറിയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രൊമോയിൽ, ഇനി വരുന്ന ഒരു പ്രൊമോയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ.